അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്നു മാജ സബഖ് നമ്പർ 2, ഹദീസ് നമ്പർ 2. ഹദീസ് പഠന പരമ്പര. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുഖ്താർ വാലിഹിൽ അബ്റാർ വസ്വഹാബിഹിൽ ഖിയാർ വഅത്ബാഇഹിൽ അത്ഹാർ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമയങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. നിർവഹിക്കുന്ന വലിയ ഖിദ്മാത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, ശിഷ്യന്മാർ, മുഹിബ്ബീങ്ങൾ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ലിഖാ, റിള, ഖബൂൽ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം നാഫിയായ ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബീങ്ങളെ, കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട കിതാബായ ഇബ്നു മാജയുടെ തുടക്കം നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനമായി മുസന്നിഫിൻ്റെ ഇബ്നു മാജ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറഞ്ഞു. കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞു. വളരെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഹദീസായ മാ അമർത്തുക്കും ബിഹി ഫഖുദൂഹ് വമാ നഹൈതുക്കും അൻഹു ഫന്തഹു എന്ന ഹദീസ് നമ്മൾ പഠിച്ചു. സൂറത്തുൽ ഹശറിലെ 7-ാമത്തെ ആയത്ത് ഇതിൻ്റെ വിശദീകരണം പോലെയുള്ള മാ ആതാക്കുമുർ റസൂല് ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫന്തഹു എന്ന ആയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം ഇബ്നു മാജയിലെ 2-ാമത്തെ ഹദീസാണ്. 2-ാമത്തെ ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. ഹദ്ദസനാ മുഹമ്മദ് ബിൻ സ്വബ്ബാഹി ഖാല അഖ്ബറനാ ജരീറുൻ അനിൽ അഅമശി അൻ അബി സ്വാലിഹിൻ عن أبي هريرة رضي الله عنه وعنهم قال قال رسول الله صلى الله عليه وسلم ذروني ما تركتكم فإنما هلك من كان قبلكم بسؤالهم واختلافهم على أنبيائهم فإذا أمرتكم بشيء فخذوا منه ما استطعتم وإذا نهيتكم عن شيء فانتهوا صدق رسول الله. സനദ് പരിശോധിക്കാം. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹദ്ദസനാ മുഹമ്മദ് ബിൻ സബ്ബാഹിൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു. ഖാല, മുഹമ്മദ് എന്നവർ പറയാണ്, അഖ്ബർനാ ജരീറുൻ, ജരീർ എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു. അപ്പോൾ ഇബ്നു മാജ റളിയല്ലാഹുവിൻ്റെ ഉസ്താദിൻ്റെ പേരാണ് മുഹമ്മദ് എന്നവർ. മുഹമ്മദ് എന്നവരുടെ ഉസ്താദാണ് ജരീർ എന്നവർ. ജരീർ എന്നവരുടെ ഉസ്താദാണ് അഅമശ് എന്നവർ. അഅമശ് എന്നവരുടെ ഉസ്താദാണ് അബൂ സ്വാലിഹ് എന്നവർ. അബൂ സ്വാലിഹിൻ്റെ ഉസ്താദാണ് സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞു, അബ്ദുറഹ്മാൻ എന്ന പേരുള്ള അബൂ ഹുറൈറ എന്ന പേരിൽ അറിയപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദറൂനി മാ തറക്കുതും, ദറൂനി എന്നെ ഒഴിവാക്കൂ, തുറുക്കൂനി എന്നുള്ള അർത്ഥം. മിനസ്സുആലി അനിൽ ഖുയൂദ് ഫിൽ മുത്തല്ലഖാത്ത്, മുത്തലക്കാക്ക് ഒരു കാര്യം പറഞ്ഞാൽ, അലൽ ഇത്തിലാക്ക് ഒരു കാര്യം പറഞ്ഞാൽ, അലൽ ഇത്തിലാക്ക് ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഖൈദുകൾ ഇങ്ങനെ ചോദിക്കണ്ട. ഹജ്ജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഒരു ഉദാഹരണം, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തടിയായാലും കഴിവാലും ആരോഗ്യമൊക്കെ ഒത്തു വന്നാൽ നിങ്ങൾ ഹജ്ജിന് പോയിക്കോളി. പിന്നെ എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണോ, ഇപ്പം ഹജ്ജ് ചെയ്യണോ, ഉമ്മ ഹജ്ജ് ചെയ്യണോ, മക്കളെ ഇങ്ങനെ ഓരോ കുത്തി ചോദ്യം വേണ്ട. സൂറത്തുൽ ബഖറയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ചില്ലേ, പല ജാതി ചോദ്യങ്ങൾ, ഏത് പശുവിനെ അറുക്കണം. അതിന് ലാസ്റ്റ് പറഞ്ഞു നോക്കുമ്പോൾ ഓരോ പശുവിനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെയും ചോദിച്ചു, ആ പശു, ഈ പശു. ലാസ്റ്റ് അവർക്ക് ആ പശുവിനെ കിട്ടാൻ പ്രയാസമായി. എന്നിട്ട് ആ പശുവിനെ അറുത്ത്
അതിൻ്റെ തോലിൽ നിറച്ച് സ്വർണം നിറച്ച് അത്രയും പണം വാഗ്ദാനം ചെയ്ത് അത് കൊടുത്തപ്പോഴാണത്രേ അങ്ങനത്തെ പശുവിനെ ലഭിച്ചത്. ലക്ഷങ്ങൾ ചിലവാക്കിയത്. അപ്പം അതാണ് നേരെ മറിച്ച് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും പശുവിനെ അറുത്താൽ മതിയായിരുന്നു. പിന്നെ എങ്ങനത്തെ പശുവാണ്, അത് വേണോ ഇത് വേണമെന്ന് ചോദിച്ചു പോകുമ്പോൾ നിയമങ്ങൾ കുടുസായി പോകും. അത് പൊതുവെയുള്ളൊരു സിസ്റ്റം നമുക്കറിയാമല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദറൂനി, എന്നെ നിങ്ങൾ ഒഴിവാക്കൂ, മാ, ഒരു കാര്യത്തിൽ, തറക്കത്തുക്കും, നിങ്ങളെ ഞാൻ ഒഴിവാക്കിയ ആ ഒരു കാര്യത്തിൽ നിങ്ങളെന്നെ ഒഴിവാക്കിക്കോളി. നിങ്ങളെ ഞാൻ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ച് തന്ന ഒരു അറിവുകൾ. ആ അറിവ് എന്താണ്? ഉദാഹരണം നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ച് തന്നതായ ഒരു നിസ്കാരം. ആ നിസ്കാരം നിങ്ങളോട് നിർവഹിക്കാൻ പറഞ്ഞാൽ നിർവഹിക്കുക. തീരെ ചോദിക്കണ്ടെന്നല്ല, ചോദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. പക്ഷെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഏത് വിഷയത്തിലാവട്ടെ ആവശ്യമുള്ളത് നമുക്ക് ചോദിക്കണം. ഇഷ്കാലുകൾ ചോദിക്കണം. എല്ലാവർക്കും 2 കാലാണെങ്കിൽ മൂന്നേമാർക്ക് 3 കാലാണെന്ന് പറയില്ലേ. ഒന്ന് ഇഷ്കാലാണ്, ഒന്ന് വലത്തേക്കാലും 2 ഇടത്തേക്കാലും, 3 ഇഷ്കാല്, സംശയം. ഇഷ്കാലിനർത്ഥം സംശയം. അങ്ങനെ 3 കാലാണ് മൂല്യന്മാർക്ക് അറിയില്ലേ. അപ്പം ഇഷ്കാല് പറഞ്ഞാൽ ഇഷ്കാല് വേണം. ചോദിച്ച് സ്വർഗത്തിലേക്ക്, നാണിച്ച് നരകത്തിലേക്ക് എന്നല്ലേ. അപ്പം ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ചോദ്യം. ഇപ്പം അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക. അള്ളാഹു ഇസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ അർശിൻ്റെ മേൽ അധികാരസ്ഥനായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഇരിക്കുകയാണ് എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വരും. എങ്ങനെയാണ് അള്ളാഹു ഇരിക്കുന്നത്? ഏത് രൂപത്തിലാണ്? കാലിൽ കാല് കയറ്റി ഇരിക്കുകയാണോ? ചാരിയിട്ടാണോ ഇരിക്കുന്നത്? ഇങ്ങനെ പല ജാതി ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തിലത് ശരിയല്ല. ഇഴത്തിക്കാതെ പഴച്ചു പോകും. കാലുണ്ടെങ്കിൽ എത്ര കാലുണ്ട്? ഇങ്ങനെ പല ജാതി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വന്നാൽ ഈമാൻ തെറ്റിപ്പോവും. അപ്പോൾ അള്ളാഹു അർശിൻ്റെ മേൽ അധികാരസ്ഥനാണെന്നുള്ളതാണ് മനസ്സിലാക്കുക. അതിന് രൂപം എങ്ങനെയെന്ന് ചിന്തിക്കാൻ പാടില്ല. രൂപം നമുക്ക് അറിയില്ല. കൈഫിയത്തുഹു മജ്ഹൂലത്തുന്നാണ് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം എഴുതി വെച്ചത്. അതിനെപ്പറ്റി ഇങ്ങനെ ചോദ്യങ്ങളിങ്ങനെ ചോദിക്കൽ അത് ബിദ്അത്തുൻ, പാടില്ലാത്തതാണെന്നാണ് സുയൂത്തി ഇമാം പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്തിവാ എങ്ങനെ? അത് അള്ളാഹിനോട് യോജിച്ച രൂപത്തിലുണ്ട്. അത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതെങ്ങനെയാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്മൾ കുത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈമാൻ പൊളിഞ്ഞു പോകും. അതാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്ന് കരുതി. നേരത്തെ പറഞ്ഞല്ലോ, മസ്അല ചോദിക്കണ്ട പഠിക്കണ്ട എന്നല്ല, അതൊക്കെ കൃത്യമായി ചോദിച്ച് പഠിക്കണം. പക്ഷെ ആവശ്യമില്ലാത്ത ചോദ്യം എന്നും അസ്ഥാനത്താണ്. അതാണ് പറഞ്ഞത് ഇന്നത്തെ ഹദീസ്, ദറൂനി മാ തറക്കുത്തുക്കും, ദറൂനി, നിങ്ങളെന്നെ ഒഴിവാക്കൂ, മാ തറക്കുത്തുക്കും, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ച ഒരു മസ്അലയിൽ, ഒരു കാര്യങ്ങളിൽ. പിന്നെ അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഫഇന്നമാ, കാരണം, ഫഇന്നമാ, തീർച്ചയായിട്ടും, ഹലക്ക, നശിച്ചുപോയി, മൻ, ഒരുത്തർ, കാന, ഉണ്ടായിരുന്ന ഒരുത്തർ നശിച്ചുപോയി, ഖബിലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ, ഒരു സമുദായം നശിച്ചുപോയി, ബി സുആലിഹിം, അവരുടെ ചോദ്യം കാരണമായിക്കൊണ്ട്, വഖ്തിലാഫിഹിം, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും കാരണമായി അവർ നശിച്ചുപോയി, അല അംബിയാഇഹിം, അവരുടെ നബിമാരുടെ വിഷയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കുണ്ടായി. പ്രവാചകൻ അംഗീകരിക്കുന്ന വിഷയത്തിൽ, പ്രവാചകൻ പറഞ്ഞ ഇബാദത്തിൻ്റെ വിഷയത്തിൽ, മൂസാ നബി, ഈസാ നബി എല്ലാവരോടും ഉമ്മത്തിനോട് വെള്ളിയാഴ്ചയാണ് ഇബാദത്തിന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. പക്ഷെ പലരും ശനിയാഴ്ച തിരഞ്ഞെടുത്തു. ജൂതന്മാർ, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച തിരഞ്ഞെടുത്തു. കണ്ടോ അഭിപ്രായ വ്യത്യാസത്തിലായി. അതാണ് പറഞ്ഞത്. അതാണ്. അപ്പോൾ ദറൂനീമാ തറക്കുത്തുക്കും, സ്വഹാബികളെ, നിങ്ങൾക്ക് ഞാൻ ഒഴിവാക്കി തന്ന ചില മസ്അലകൾ, ചില ഇൽമുകൾ, അത് നിങ്ങൾ എന്നെ ഒഴിവാക്കി തരൂ. നിങ്ങൾ പിന്നെ അതിന് എന്നോട് മസ്അലകൾ ചോദിക്കണ്ട. നിങ്ങൾ കുത്തി ചോദിക്കണ്ട. ദറൂനി, എന്നോട് കുത്തി ചോദിക്കണ്ട. എന്നെ ഒഴിവാക്കി. മാ തറക്കുത്തുക്കും, നിങ്ങൾക്ക് ഞാൻ ഒഴിവാക്കി തന്ന മസ്അലകളില്ലേ, അത് നിങ്ങൾ അങ്ങനെ പഠിക്കുക. എന്താ ഖുർആൻ 114 സൂറത്ത് കണ്ടോ? ഒരാവശ്യമില്ലാത്ത ചോദ്യമാണ്. എന്താ ഖുർആൻ 115 സൂറത്തായിക്കൂടെ? യാസീൽ എന്താണ് ഒരു 100 ആയത്തായിക്കൂടെ? എന്തിനാ 83 ആയത്താക്കി? ഇങ്ങനത്തെ ചോദ്യമൊന്നും പാടില്ല. അത് തോക്കൊക്കെ കയറി വെടിവെക്കുകയാണ്.
അത് വേണ്ട. കാരണം ഫഇന്നമാ അങ്ങനത്തെ എപ്പോഴും ചോദിച്ചൂടെ? എന്തിനാ 5 വക്താക്കി 4 വക്താക്കി എന്ന് ചോദിച്ചൂടെ? എന്തിനാ 5 വക്ത 6 വക്തായിക്കൂടെ? ഇങ്ങനെ ചോദ്യം വന്നൂടെ? സുബഹി എന്താ 2 റക്അത്താക്കി 3 ആയിക്കൂടെ? ഇശാ 2 ആയിക്കൂടെ? ഇങ്ങനെ എന്തിനു ചോദ്യം തന്നാൽ ആ ചോദ്യം ശരിയല്ല. ഒക്കെ ഹിക്മത്തുണ്ടാവും. ഓരോ ഇസ്ലാമിൻ്റെ മസ്അലക്കും ഹിക്മത്തുണ്ടാവും. നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല, നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചോളുന്നില്ല. അള്ളാഹു പറയുന്നു, നമ്മൾ വഴിപ്പെടുന്നു. അള്ളാഹു വരക്കുന്നു, നമ്മൾ നടക്കുന്നു. അള്ളാഹു ഖളാ ഖദർ രേഖപ്പെടുത്തുന്നു, അതിന് നമ്മൾ വഴിപ്പെടുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഇതെന്തിയാ അങ്ങനെയെന്ന് ചോദിക്കണ്ട. പിന്നെ വഇദാ അമർത്തുക്കും നിങ്ങളോട് കൽപ്പിച്ചാൽ, വഇദാ അമർത്തുക്കും നിങ്ങളോട് ഞാൻ കൽപ്പിച്ചാൽ, ബിശൈഇൻ വല്ല വസ്തുക്കൾ കൊണ്ടും വല്ല വസ്തുവിനെ കൊണ്ടും വല്ല മസ്അലയും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചാൽ, വല്ല കാര്യവും നിങ്ങളോട് ഞാൻ കൽപ്പിച്ചാൽ, ഫഖുദൂ നിങ്ങൾ സ്വീകരിക്കുക, മിൻഹു ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക. വലത്തോട്ടും ഇടത്തോട്ടും നോക്കണ്ട, അതിന് വഴിപ്പെടുക. മസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര, മസ്തതഅതും പരമാവധി നിങ്ങളത് സ്വീകരിക്കുക. വഇദാ നഹൈതുക്കും നിങ്ങളോട് ഞാൻ നിരോധിച്ചാൽ, അൻശൈഇൻ വല്ല വസ്തുവിനെ കുറിച്ച് ഞാൻ നിഷേധിച്ചാൽ, വഇദാ നഹൈതുക്കും നിങ്ങളോട് ഞാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അൻശൈഇൻ വല്ല വസ്തുവിനെ കുറിച്ചും പാടില്ല എന്ന് പറഞ്ഞാൽ, ഫന്തഹു അത് നിങ്ങൾ ഒഴിവാക്കൂ. കള്ള് കുടിക്കണ്ട പറഞ്ഞാൽ പിന്നെ കുടിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ലഹരി ഉണ്ടാകുന്നത് കൊണ്ടല്ലേ കുടിക്കണ്ട പറഞ്ഞത്. രാത്രി കടക്കുമ്പോൾ 10 മണിക്ക് കുറച്ച് കുടിച്ച് കടക്കട്ടെ, കണ്ടോ? ചോദിക്കാൻ പാടില്ല, അത് പാടില്ല. കുറച്ച് കുടിച്ചോട്ടെ, പാടില്ല. ലഹരി കുറഞ്ഞത് കുടിച്ചോട്ടെ, പാടില്ല. വൈദാ നഹൈതുക്കും നിങ്ങളോട് ഞാൻ നിരോധിച്ചാൽ, അൻഷൈൻ ഒരു വസ്തുവിനെ കുറിച്ച് പാടില്ല എന്ന് പറഞ്ഞാൽ, ഫന്തഹു പിന്നെ നിങ്ങളത് ഒഴിവാക്കുക. പിന്നെ അതിന് അങ്ങനെ എങ്ങനെ നല്ല ചോദ്യം ചോദിക്കണ്ട, പറഞ്ഞത് കേൾക്കുക. അപ്പോൾ ഒരു ഹദീസ് ഓക്കെ, ദറൂനി മാ തറക്കുതുക്കും ഫഇന്നമാ ഹലക മൻ കാന ഖബലകും ബിസുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഒഴിവാക്കി തന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഇന്ന് പ്രസംഗിച്ച നിങ്ങൾക്ക് സമർപ്പിച്ച ദീനിൻ്റെ ചിഹ്നങ്ങൾ, അറിവുകൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അതിനെപ്പറ്റി നിങ്ങൾ ചിക്കിക്കുത്തി ഓരോന്ന് ചോദിക്കണ്ട. കാരണം നിങ്ങളുടെ മുൻഗാമികൾ പലരും നശിച്ചു പോയത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, അവരുടെ നബിമാരുടെ ഓരോ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടും ആണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളോട് വല്ല കാര്യവും ഞാൻ കൽപ്പിച്ചാൽ അത് നിങ്ങൾ മുറുക്കി പിടിക്കുക, ജീവിതത്തിൽ പകർത്തുക, പരമാവധി ജീവിതത്തിൽ പകർത്തുക. പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കുക. ഇതാണ് രണ്ടാമത്തെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു അമല് ജീവിതത്തിൽ പകർത്തുമ്പോൾ സുന്നത്തുകൾ പരമാവധി ചെയ്യുക. എന്നും ചെയ്യണമെന്നല്ല, അത് ചെയ്താൽ നല്ലത്. സാധിക്കുന്നത്ര നമ്മൾ നിർവഹിക്കുക. എന്നും എപ്പോഴും ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞോളൂന്നുള്ള സുന്നത്തുകൾ, എന്നാലും സാധിക്കുന്ന പരമാവധി മസ്തതഅത്തുന്ന പറഞ്ഞത്. പരമാവധി ഖുർആൻ ഓതുക ഒരു അമലാണ്. ഖുർആൻ അത് എന്നും എപ്പോഴും രാവിലെ ഉച്ചക്ക് രാത്രി ഒന്നും നമുക്ക് നടന്നോളന്നില്ലല്ലോ, ജോലി തിരക്കുകളും ഒക്കെ ഉണ്ടാവൂലേ. അപ്പോൾ സാധിക്കുന്ന അത്ര ചെയ്യുക. പക്ഷേ തെറ്റങ്ങനല്ല, തെറ്റ് ചെയ്യാനേ പാടില്ല. അപ്പോൾ 24 മണിക്കൂറിലും സൽക്കർമ്മം എപ്പോഴും ചെയ്യണമെന്ന് തേട്ടമുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആൻ ഓതണം, അത് എപ്പോഴും 24 മണിക്കൂർ നമുക്ക് ചെയ്യാൻ കഴിയുമോ? രാവിലെയും ഉച്ചക്കും രാത്രിയും പകലും എപ്പോഴും നമുക്ക് എല്ലാ സംസ്കാരത്തിന് ശേഷം രാവിലെ എപ്പോഴും നമുക്ക് ഖുർആൻ ഓതാൻ കഴിയും? ഇല്ലല്ലോ. ഓരോരുത്തർക്ക് ചിലപ്പോൾ രാവിലെ ഫ്രീ ആണ്, അപ്പോൾ രാവിലെ ഒരു ഖുർആൻ ഓതി അൽഹംദുലില്ലാ. ചിലർക്ക് മഗ്‌രിബിക്ക് ശേഷം ഫ്രീ ആണ്, അപ്പോൾ ഒരു ഖുർആൻ ഓതി അൽഹംദുലില്ലാ. അപ്പോൾ എപ്പോഴും സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ ചെയ്താൽ മതി. ഫുൾ ടൈം വേണം എന്നില്ല. പക്ഷെ നെഹി അങ്ങനെയല്ല. പാടില്ലാത്ത കാര്യം 24 മണിക്കൂർ ഉണ്ടാകാനേ പാടില്ല, ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് 24 മണിക്കൂർ ശ്രദ്ധിക്കണം. മറ്റേ സാധിക്കുമ്പോൾ ചെയ്താൽ മതി. ഇത് എപ്പോഴും ഒഴിവാക്കണം. തെറ്റുകൾ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ പറയാറുണ്ട്, നന്മകൾ മനുഷ്യന് സാധിക്കുന്ന രൂപത്തിലൊക്കെ ചെയ്യുക, തിന്മകളോ അത് തെർക്ക് ദായിമാണ്.
മറ്റേത് ദായിമല്ല, നന്മകൾ ദായിമല്ല. അത് കതിരി ത്വാക്കത്തിൽ ബശരിയ മനുഷ്യ കഴിവ് പോലെയാണ്. ദായിമായാൽ നല്ലത് 24 മണിക്കൂർ അത് കഴിയൂലല്ലോ. പക്ഷെ തിന്മ അങ്ങനെയല്ല, 24 മണിക്കൂർ ഒഴിവാക്കണമെന്ന്. നന്മ 24 മണിക്കൂറും സാധിക്കുമ്പോഴൊക്കെ ചെയ്യാം. തിന്മ അങ്ങനെയല്ല, സാധിച്ചാലില്ലെങ്കിലും 24 മണിക്കൂർ തിന്മ ഒഴിവാക്കണമെന്ന്. വല്ലാത്തൊരു മെസ്സേജാണ്. പിന്നെ അടുത്ത ഹദീസ്, മൂന്നാമത്തെ ഹദീസ്. حدثنا أبو بكر بن أبي شيبة حدثنا أبو معاوية ووكيع عن الأعمش عن أبي صالح عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من أطاعني فقد أطاع الله ومن عصاني فقد عصى الله عز وجل. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹദ്ദസന അബൂബക്കർ, നമ്മളോട് അബൂബക്കർ എന്നവർ ഹദീസ് പറഞ്ഞു. അപ്പോൾ ഇബ്നു മാജയുടെ ഉസ്താദ് അബൂബക്കർ എന്നവർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ എന്നവരുടെ ഉസ്താദ് അബൂ മുആവിയയും വക്കീഉം, 2 ഉസ്താദുമാരുണ്ട്. മനസ്സിലായോ? ആ 2 ഉസ്താദുമാരുടെയും ഉസ്താദ് അഅമശ് റളിയല്ലാഹു അൻഹു. അഅമശ് റളിയല്ലാഹു അൻഹു ഉസ്താദ് അബൂ സ്വാലിഹ് എന്നവർ. അബൂ സ്വാലിഹ് എന്നവരുടെ ഉസ്താദ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ. മൻ ഒരുത്തൻ, അതാഅനി മുത്തുനബി പറയാണല്ലോ, അതാഅനി എനിക്ക് വഴിപ്പെട്ടാൽ ഫഖദ് തീർച്ചയായും അതാഅ അല്ലാഹ, അല്ലാഹുവിന് ആ മനുഷ്യന് വഴിപ്പെട്ടു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം കേട്ടാൽ അല്ലാഹ് പറഞ്ഞത് കേട്ട പോലെയായി. മൻ അതാഅനി, എനിക്കൊരാൾ വഴിപ്പെട്ടാൽ ഫഖദ് അതാഅ അല്ലാഹ, അവൻ അല്ലാഹു എനിക്ക് വഴിപ്പെട്ടു. നേരെ ഓപ്പോസിറ്റ്. വമൻ ഒരുത്തൻ, ആരെങ്കിലും ഒരുത്തൻ, അസാനി എനിക്ക് എതിര് കാണിച്ചാൽ ഫഖദ് തീർച്ചയായിട്ടും അസല്ലാഹ, അവൻ അല്ലാഹുവിന് എതിര് കാണിച്ചു. അസ്സ വജല്ല, അസ്സ അസീസായ അല്ലാഹു, ജല്ല ജലാലായ അല്ലാഹു, പ്രതാപിയും ഉന്നതനുമായ അല്ലാഹുവിന് എതിര് കാണിച്ചു. അപ്പൊ ആശയം ഖുർആനിൽ പല ആയത്തുകളിലും വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ സൂറത്തു നിസായിലെ 80-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ് വമൻ തവല്ല ഫമാ അർസൽനാക അലൈക്കും ഹഫീളാ. ആയത്തിന്റെ അർത്ഥം, ഒരുത്തൻ മുത്തുനബിക്ക് വഴിപ്പെട്ടാൽ അവൻ അല്ലാഹുവിന് വഴിപ്പെട്ടു. ഒരുത്തൻ തിരിഞ്ഞു പോയാൽ അവന് പരാജയം സംഭവിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയെ, അങ്ങേക്ക് അദ്ദേഹത്തിന് മേൽ ഉത്തരവാദിത്തങ്ങളില്ല, പറഞ്ഞു കൊടുത്താൽ മതി. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ എന്ന് സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് മുത്തുനബിക്ക് വഴിപ്പെട്ടാൽ അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്. പരസ്പരം ബന്ധമാണത്. ആ ഹദീസ് അവിടെ പൂർണ്ണമായി. ഇനി 4-ാമത്തെ ഹദീസ്. حدثنا محمد بن عبد الله بن نمير حدثنا زكريا بن عدي عن ابن المبارك عن ابن سوقات عن أبي جعفر قال كان ابن عمر رضي الله عنهما وعنهم إذا سمع من رسول الله صلى الله عليه وسلم حديثا لم يعده ولم يقصر دونه. എന്താ ഹദീസ്? ഇബ്നു മാജ റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസന മുഹമ്മദ് ബിൻ അബ്ദില്ല, നമ്മളോട് മുഹമ്മദ് എന്നവർ ഹദീസ് പറഞ്ഞു തന്നു. അവർ പറയാണ്, ഹദ്ദസന സക്കരിയ, നമ്മളോട് സക്കരിയ എന്നവർ ഹദീസ് പറഞ്ഞു തന്നു. അപ്പോൾ ഇബ്നു മാജ എന്നവരുടെ ഉസ്താദ് മുഹമ്മദ് എന്നവർ, മുഹമ്മദ് എന്നവരുടെ ഉസ്താദ് സക്കരിയ എന്നവർ, സക്കരിയ എന്നവരുടെ ഉസ്താദ് ഇബ്നുൽ മുബാറക് എന്നവർ, ഇബ്നുൽ മുബാറക് എന്നവരുടെ ഉസ്താദ് ഇബ്നു സൂഖ റളിയല്ലാഹു അൻഹു. പിന്നെ അവരുടെ ഉസ്താദ് അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവർ പറയാണ്, കാല, അബൂ ജഅഫർ എന്നവർ പറയാണ്, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ആയിരുന്നു, ഇദാ സമിഅ, കേട്ടാൽ, മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയിൽ നിന്ന് കേട്ടാൽ, ഹദീസൻ, ഒരു ഹദീസ് കേട്ടാൽ, എന്തെങ്കിലും ഒരു അറിവ് മുത്തുനബിയിൽ നിന്ന് ഇബ്നു ഉമർ പഠിച്ചാൽ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലം യഇദുഹു, ഹദീസ് കടന്ന് അപ്പുറം പോകില്ല,
ലം യഈദുഹുവിന് അർത്ഥം എഴുതിക്കോളി, കൂട്ടുകയില്ല എന്ന്. ലം യഈദുഹുവിന് ഇവിടെ അർത്ഥം കൊടുത്തത് നമ്മളെ കിതാബിന് പല വ്യാഖ്യാനങ്ങളും കാണാം. ഇബ്നു മാജക്ക് പല വ്യാഖ്യാനങ്ങളും കാണാം. എൻ്റെ കയ്യിലുള്ള ഒരു വ്യാഖ്യാനം ആശയയിൽ കാണുന്നത്, അതിലർത്ഥം കൊടുത്തത് തുഹ്ഫ എന്നാണ് കിതാബിൻ്റെ പേര്. കിതാബിൻ്റെ വ്യാഖ്യാനത്തിൽ, ഇബ്നു മാജൻ്റെ വ്യാഖ്യാനത്തിൽ പേജ് 10 നമുക്ക് കാണാൻ പറ്റും. ലം യഈദുഹു എന്ന് വായിക്കുമ്പോൾ ഐനക്ക് സുക്കൂനിൽ ഐനക്ക് സുക്കൂനായിട്ട് വായിക്കണം. ലം യഅദുഹു, ലം യഇദുഹു ഇങ്ങനെ വായിക്കണം. അർത്ഥം എന്താ? ഐ ലം യതജാവസ്, അതാണ് എൻ്റെ അർത്ഥം. ലം യതജാവസ് ബിസിയാദ, നിങ്ങളെ കിതാബിൽ ഉണ്ടാവില്ല, അതിൻ്റെ ശറഹാണ്, വ്യാഖ്യാനമാണ് വായിക്കുന്നത്. ലം യഈദുവിൻ്റെ അർത്ഥം ഐ ലം യതജാവസ് ബിസിയാദത്തി അലാ ഖദരിൽ വാരിദി ഫിൽ ഹദീഥി വൽ ഇഫറാത്തി ഫീഹി എന്ന്. അപ്പോൾ അതായത് ഒരു കാര്യം ഹദീത്തിൽ വന്നാൽ അതിൽ വർദ്ധിപ്പിക്കൂല. അപ്പം ലം യതജാവസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകയില്ല എന്ന് വാക്കർത്ത് ചെയ്ത്. ലം യഅദുഹു എന്ന് പറഞ്ഞാലേ അതിന് വാക്കർത്ത് എന്താ അറിയോ? കൂട്ടുകയില്ല. ഇഫറാത്ത് എന്ന് പറഞ്ഞാൽ അമിതം പ്രവർത്തിക്കൂലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വല്ല ഹദീസുകളും കേട്ടാൽ അതിൽ പിന്നെ ഒന്നും കൂട്ടൂല. 4 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ 4 തന്നെ, കൂട്ടൂല. വലം യുഖസ്സിർ ദൂനഹു, ദൂനഹു പറഞ്ഞത് ഒഴിവാക്കി. വലം യുഖസ്സിർ ചുരുക്കുകയുമില്ല, വലം യുഖസ്സിർ കുറക്കുകയുമില്ല. അപ്പൊ ലം യഈദുഹുവിന്റെ അർത്ഥം വിട്ടുകടക്കൂലെന്നാ, അഥവാ കൂട്ടൂലാന്ന്. അപ്പോൾ എളുപ്പം അർത്ഥം വെക്കൽ എങ്ങനെയാണ്? അപ്പോൾ ലം യഈദുഹുവിന് ഇപ്പോൾ 3-4 വട്ടം അർത്ഥം വെച്ചു. ഒന്ന്, ഹദീസ് കാണുന്ന അപ്പുറം പോകൂല. രണ്ടാമത് വിട്ട് കടക്കൂല. അങ്ങനെ ഇപ്പോൾ ഷർഹ് കൊടുത്തു. ലം യതജാവസ് എന്നല്ലേ, വിട്ട് കടക്കൂല. നമുക്ക് എളുപ്പം മനസ്സിലാകാൻ കൂട്ടുകയില്ല. അപ്പോൾ 3 അർത്ഥം പറഞ്ഞു അല്ലേ? കൂട്ടുകയില്ല. വലം യുഖസ്സിർ ദൂനഹു പറഞ്ഞാൽ അതിനൊഴിവാക്കി, ദൂനഹു അതിനൊഴിവാക്കി. വലം യുഖസ്സിർ ചുരുക്കുകയില്ല. വേറെ അർത്ഥം കുറക്കുകയില്ല. അപ്പോൾ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ എന്താ? ഒരറിവ് കേട്ടാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ലം യഇദുഹു വലം യുഖസ്സിർ ദൂനഹു, കൂട്ടുകയുമില്ല കുറക്കുകയുമില്ല, അനർത്ഥം വെക്കാം. കൂട്ടുകയുമില്ല കുറക്കുകയുമില്ല. അത് കേട്ടത് അങ്ങനെ ചെയ്യും. 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞാൽ 2 തന്നെ. പിന്നെ 3 പറ്റും, കൂട്ടൂല. 1 നിസ്കരിച്ചാൽ കുറക്കൂല. കണ്ടോ നിസ്കാര ശേഷം ഉളു ഉണ്ടാക്കി വന്നാൽ 3 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഓതാന്ന് പറഞ്ഞാൽ ആ 3 വട്ടം ഓതും. പിന്നെ 4 വട്ടാക്കി കൂട്ടുകയുമില്ല, 2 വട്ടാക്കി കുറക്കുകയുമില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാങ്ക് കേട്ടാൽ നമ്മൾ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പിന്നെ സ്വലാത്തുൽ ഇൻശാ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ സ്വലാത്തുൽ ഖൈം. അതിനുശേഷം ഒരു ആയത്തുൽ കുർസി ഓതുക. ഇത് പറഞ്ഞാൽ അങ്ങനെ ഓതും. പിന്നെ ആയത്തുൽ കുർസിൻ്റെ ഒപ്പം ആമൻ റസൂൽ ഓതോ, അത് കൂട്ടൂല. ആയത്തുൽ കുർസി കുറച്ചോത്, അതും കുറക്കൂല, പറഞ്ഞതാണ് കേൾക്കും. അപ്പം അതാണ് കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, മഹാനായ മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇദാ സമിഅ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ, തങ്ങളിൽ നിന്ന് ഒരു ഹദീസ് കേട്ടാൽ ലം യഇദുഹു വലം യുഖസ്സിർ ദൂനഹു, നബി ഇബ്നു ഉമർ ഒന്നും കൂട്ടുകയുമില്ല കുറക്കുകയുമില്ല, അതങ്ങനെ ജീവിതത്തിൽ ഒപ്പിയെടുക്കുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹു ഓർമ്മ ശക്തി നൽകട്ടെ. റളിയല്ലാഹു അൻഹു. അടുത്ത ഹദീസ്. حدثنا هشام بن عمار الدمشقي حدثنا محمد بن عيسى بن سميع حدثنا إبراهيم بن سليمان الأفتس سليمان الأفتس عن الوليد بن عبد الرحمن الجرشي عن جبير بن نفير عن أبي الدرداء رضي الله عنه قال خرج علينا رسول الله صلى الله عليه وسلم ونحن نذكر الفقر ونتخوفه فقال رضي الله عنه فقال صلى الله عليه وسلم الفقر تخافون والذي نفسي بيده لتصبن عليكم الدنيا صبا حتى لا يزيغ قلب أحدكم إزاغة إلا هي وأيم الله لقد تركتكم على مثل البيضاء ليلها ونهارها. എന്താ പറഞ്ഞത്?
ഇബ്നു മാജ റളിയല്ലാഹു അൻഹു പറയാണ് ഹദ്ദസനാ ഹിശാം ഇബ്നു അമ്മാർ, നമ്മളോട് ഹിശാം എന്നവർ ഹദീസ് പറഞ്ഞെന്നു. അപ്പം സനദ് എളുപ്പമാണ്. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉസ്താദ് ഹിശാം എന്നവരുടെ ഉസ്താദ് മുഹമ്മദ് എന്നവരുടെ ഉസ്താദ് ഇബ്രാഹിം എന്നവരുടെ ഉസ്താദ് വലീദ് എന്നവർ, അവരുടെ ഉസ്താദ് ജുബൈർ എന്നവർ, അവരുടെ ഉസ്താദ് അബൂദർദ എന്നവർ. അവർ പറയാണ് അതിനൊരു അഫ്തസ് എന്ന് വായിച്ചില്ലേ, സനദ് ഇബ്രാഹിമിന് സുലൈമാൻ അഫ്തസ്. ചില കിതാബിൽ ഇല്ല തോന്നുന്നു അല്ലേ, അഫ്തസ് ഉണ്ടല്ലോ അല്ലേ. കാരണം എന്താ വെച്ചാൽ ഷറഹിൽ കാണുന്നു അഫ്തസ് എന്ന് ചില കിതാബിലുള്ള അവിടെ ഒരു വെളുത്ത കളറാണുള്ളത് എന്ന്. വയാളും ഫിൽ മഖ്തൂത്തത്തി, ചില കിതാബുകളിലൊക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന്. പിന്നീട് വന്ന ആളുകൾ എഴുതി കൊടുത്താണ് അത്ര ആ സുലൈമാൻ ആരാണ്, അഫ്തസായ സുലൈമാനാണ് എന്ന്. അർത്ഥം നമുക്ക് നോക്കുക, അവൻ നുഫൈറിൻ്റെ അവിടെ തന്നെ കാണാം, കുഴപ്പമില്ല, സനദാണ്. നമുക്ക് ഹദീസ് മത്തിന് പരിശോധിക്കാം. കാല മഹാൻ പറയാണ്, അബൂദർദ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ അലൈന, ഞങ്ങളുടെ മേൽ പ്രവേശിച്ചു, ഞങ്ങളുടെ മേൽ പുറപ്പെട്ടു റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കിടയിലേക്ക് പുറപ്പെട്ടു. നബി ഞങ്ങളുടെ സദസ്സക്ക് വന്നു. ഖറജ അലൈന, ഞങ്ങളുടെ ഇടയ്ക്ക് സദസ്സക്ക് നബി വന്നു. ഖറജ അലൈന, ഞങ്ങളുടെ മേൽ പുറപ്പെട്ടു, ഞങ്ങളുടെ സദസ്സിലേക്ക് ഞങ്ങൾക്ക് ഇടയ്ക്ക് നബി വന്നു. വനഹനു, അത്തരത്തിൽ ഞങ്ങളാവുന്നത് നെതുക്കുറു, ഞങ്ങളിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വർത്തമാനം പറയാണ്. അൽ ഫഖറ, ദാരിദ്ര്യത്തെ പറ്റി ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യാണ്. ആ സമയത്ത് ചർച്ച ചെയ്യാന്ന് മാത്രമല്ല, ഞങ്ങൾ നതഖവ്വഫഹു, ഞങ്ങളിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദാരിദ്ര്യമാണ്, എന്തപ്പോൾ ചെയ്യുക എന്നിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ബേജാറായി, ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാമല്ലോ, എന്തിനും കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല, വലിയ പട്ടിണിയാണ്, ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അൽ ഫഖറ തഖാഫൂന, നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയക്കുകയാണോ? വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലതുസബ്ബന്ന അലൈക്കും, തീർച്ചയായും നിങ്ങളുടെ മേൽ ചൊരിക്കും, അദ്ദുനിയാ, ദുനിയാവിനെ അള്ളാഹു ചൊരിച്ചു തരും, ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകും. സ്വബ്ബൻ, ഒരു ചൊരിക്കൽ ചൊരിക്കും. ലതുസബ്ബൻ അലൈക്കും അദ്ദുനിയാ സ്വബ്ബൻ, നിങ്ങളുടെ മേൽ ഒരു ചൊരിക്കൽ അള്ളാഹു ദുനിയാവിനെ ചൊരിച്ചു തരും, ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുകും. നിങ്ങൾ ബേജാറാണ്, ഫഖറൊക്കെ മാറി നിങ്ങൾക്ക് വലിയ ഗിന നൽകും. ഹത്താ, ഏതുവരെ, ലാ യുസീഗ ഖൽബ അഹദിക്കും, നിങ്ങളുടെ ഒരാളുടെയും ഹൃദയം തെറ്റിക്കാൻ കഴിയൂല. ഇസാഖത്തിനൊരു തെറ്റിക്കൽ, ഇല്ലാഹിയ, ആ ദുനിയാവിനല്ലാതെ നിങ്ങളുടെ ഹൃദയം ചിന്തിക്കൂല. അത്രയും നിങ്ങളുടെ ഹൃദയം ദുനിയാവിനോട് ചേർന്ന് പോകും. ഹിയാന്ന വായിക്കട്ടത്, ആ ഹ സക്കത്തൻ്റെ ഹ ആണ്, ശരിക്കും ഹിയ എന്ന് തന്നെയുള്ളത്. ആ ലമീർ, ഹിയൻ്റെ ലമീർ മടങ്ങുന്നത് ദുനിയാവിലേക്ക്. അപ്പോൾ നിങ്ങളെ ഉടുക്ക് നോക്കിയാൽ നിങ്ങളുടെ ഹൃദയം ദുനിയാവിലേക്ക് ചിന്തിച്ചു പോകും. അത്രയും നിങ്ങൾ ദുനിയാവ് അള്ളാഹു തആല വാരിക്കോരി നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരും. ലാ യുസീഖ എന്ന് പറഞ്ഞാൽ ലാ യുസീഖ, തെറ്റൂല. ഖൽബാഹദിക്കും, നിങ്ങൾ ഒരാളുടെയും മനസ്സ് തെറ്റൂല. ഇസാഖത്തിനൊരു തെറ്റൽ തെറ്റൂല. ഇല്ലാഹിയ, ദുനിയാവിലേക്കല്ലാതെ. എപ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു, കാരണം അത്രയും ദുനിയാവ് നിങ്ങൾക്ക് തരും. വഅയ്മുല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലഖദ് തറക്കത്തുക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിക്കുന്നു, അലാ മിസ്ലിൽ ബൈളാഇ, വെളുത്തതുപോലെ, ഈ വെളുത്ത ദിവസത്തെ പോലെ, ലൈലുഹ, അതിൻ്റെ പകലും, ലൈലുഹ, അതിൻ്റെ രാത്രിയും, വനഹാറുഹ, അതിൻ്റെ പകലും, സവാഉൻ, സമമാണ് എന്ന്. കാല അബൂദർദ, മഹാനായ അബൂദർദ പറയാണ്, സ്വദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം പറഞ്ഞു. വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറക്കന, നമ്മൾക്ക് ഒഴിവാക്കി തന്ന ഒരുപാട് അറിവുകൾ. വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, അലാ മിസ്ലിൽ ബൈളാഇ ലൈലുഹാ വനഹാറുഹാ സവാഉൻ, രാത്രിയും പകലും സമമായ ആ വെളുത്തതായ കളറിനെ പോലെ ഒരുപാട് നന്മകൾ, അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തന്നു. എന്താ വെളുപ്പും കറുപ്പും എന്ന് പറയണത്? അത് അന്നഹാദ ബയാനുലിൽ ഹാലിൽ ഖുലൂബി, ഹൃദയത്തിൻ്റെ അവസ്ഥ വിവരിക്കുകയാണ്. ലാലിൽ ഹാലത്തിൽ മില്ല, ഈ ഉമ്മത്തിൻ്റെ അപ്പത്തെ അവസ്ഥ അല്ല, ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. വൽമാന, അതിൻ്റെ അർത്ഥം, അലാ ഖുലൂബി ഹിയ മിസ്ൽ അർളിൽ ബൈളാഇ ലൈലം വനഹാരൻ, രാത്രിയും പകലും സമമായ ഒരു വെളുപ്പിനെ പോലെ, വെളുത്ത ഭൂമിയെപ്പോലെ. അർളിൽ ബൈളാഇ,
രാത്രിയും പകലും സമമായ വെളുത്ത ഭൂമിയെപ്പോലെയാണ് ഓരോരുത്തർ ഹൃദയവും. ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ബാത്തിലേക്ക് ചായും, പിന്നെ ഹക്കിലേക്ക് ചായും. സറാ സന്തോഷമുണ്ടാവും, നറാ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ സങ്കരമാണ്. എല്ലാതും ഒരുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന്. പിന്നെന്താ അടുത്ത ഹദീസ്? റബ്ബന ആതിന ഫിദ്ദുനിയ. അത്ര മതി ഹദീസ്. സബക്ക് തീർന്നു. രണ്ടാമത്തെ സബക്ക് പൂർത്തിയാകുമ്പോൾ 6ാമത്തെ ചോദ്യം. 5 ചോദ്യം ഇന്നലെ തന്നു 1ാം പാഠത്തിൽ. ഇന്ന് 2ാം പാഠത്തിൽ 6ാമത്തെ ചോദ്യം. ഇഷ്റഹിൽ ഹദീസ വാഫിയൻ കാഫിയൻ. ഇതാണ് 6ാമത്തെ ചോദ്യം. അത് ഫസ്റ്റ് പറഞ്ഞ ഹദീസ് വിശദീകരിക്കുക. നമുക്കറിയുന്നൊക്കെ അവിടെ എഴുതി കൊടുക്കാൻ ആശയം. ദറൂനി മാ തറക്കുത്തുക്കും ഫഇന്നമാ ഹലക മൻ കാന ഖബലകും ബിസുആലിഹിം ഇഖ്തിലാഫിഹിം അലാ അംബിയാ എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, അത് എഴുതുക, വിശദീകരിക്കുക. അതിന് ആശയം എഴുതുകയെന്നർത്ഥം. മിസലുൽ ബൈളാഇൻ്റെ അവിടെ വേചാറാണ്ട. മിസലുൽ ബൈളാഇൻ്റെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്നത് അവിടെ അർദിൽ ബൈളാ എന്ന് കൊടുക്കുക, വെളുത്ത ഭൂമിയെപ്പോലെ എന്ന് അവിടെ അർദിനെ കയറ്റി കൊടുക്കുക. അപ്പോൾ വെളുത്തതായ ഭൂമിയെപ്പോലെയാണ് ജീവിതം. രാത്രിയും പകലും സമമാണ്, സുഖവും ദുഃഖവും സമമായിട്ടുണ്ടാവുമെന്ന് ഉള്ള മനസ്സിലാക്കുക വാക്കർത്ഥം. പിന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് വൽ മാന അലാ ഖുലൂബി എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാദാ ബയാനുൻ ലിൽ ഹാലിൽ ഖുലൂബി, ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ അങ്ങനെയാണ്. ഈ ഹൃദയത്തിൻ്റെ അറബി എന്താണ്? കൽബ് എന്നല്ലേ. ഹൃദയത്തിൻ്റെ അറബി എന്താ? കൽബ് എന്നല്ലേ. ഇതിന് വാക്കർത്ഥത മാറുന്നത് എന്നർത്ഥം. മാറുക. ഇപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിക്കാരം, രാവിലെ ഉച്ചക്ക് ദുഃഖമായിക്കാരം, വൈകുന്നേരത്തെ ഒരാളുടെ ഇഷ്ടമായിക്കാരം, രാത്രി ഒരാളുടെ വെറുപ്പായിക്കാരം. ഇതാണ് കൽബ്. നമ്മുടെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം സന്തോഷത്തിൻ്റെ ഹാലാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് ദേഷ്യമാവും, വെറുപ്പാവും, ദുഃഖമാവും. ഇതിങ്ങനെ ഹൃദയത്തിൽ മാറിക്കളിക്കുകയാണ്. എപ്പോഴും ഒരേ കാഴ്ചപ്പാടാവില്ല. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് പള്ളി മറച്ചോട്ട് കൂടാന്ന് കരുതും. അടുത്ത വർഷം വെറും പള്ളിയായിട്ട് കൂടാന്ന് കരുതും. അതിന് മേലത്തെ വർഷം വെറും മദ്രസയായിട്ട് കൂടുക. അങ്ങനെ ഓരോ കൊല്ലം നമ്മൾ വളരുമ്പോൾ ഓരോ സമയത്തും ഹൃദയത്തിൽ ഓരോ കാഴ്ചപ്പാടായിക്കാരം. എന്തേ? കൽബിൻ്റെ അർത്ഥം തന്നെ മാറുക എന്നാണ്. നമ്മൾ കാഴ്ചപ്പാടന്നെ മാറും. 10 കൊല്ലം മുമ്പുള്ള കാഴ്ചപ്പാടല്ല എപ്പോൾ ഉള്ളത്. അപ്പോൾ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ദുഃഖഭാഗങ്ങളിലും ആയത്തുകളിലൊക്കെ പല ഉദാഹരണങ്ങൾ പറയുമല്ലോ. അതുപോലെ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഹിയ എന്നുള്ള വാക്ക് സാധാ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുൻ, ആ ഹിയ തന്നെയാണ്, ലമീർ തന്നെയാണ് ഈ ഹിയയും. ഹിയ എന്ന് പറയുമ്പോൾ ബേജാറാകണ്ട കേട്ടോ. ഇല്ല ഹിയ എന്ന് പറഞ്ഞില്ലേ 2ാം ഹദീസിൽ. അപ്പോൾ ഹിയൻ്റെ ഹിയ ലമീർ ദുനിയ വൽ ഹാ ഉഫീൽ ആഖിരിഹി ലിസക്കത്ത കേട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നാഫിഅ ഇൽമ നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ 2 സബക്ക് പൂർത്തിയായി. ഇന്നത്തെ സബക്കിൽ ഒരു ചോദ്യം, 6ാമത്തെ ചോദ്യം എഴുതുക, നോട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.